നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. പണം തട്ടിച്ച് സുഖിക്കാം, പക്ഷേ ചതിച്ച പെണ്ണുങ്ങളുടെ നെഞ്ചിലെ ചൂടുകണ്ണീർ വീണാൽ ജീവിതം പൊലിഞ്ഞു പോകും. പ്രണയം നടിച്ചൊരു 60-കാരിയെ കൊള്ള ചെയ്ത ഷിയാസ് കരീമിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എനിക്ക് തോന്നണം നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടോ. മറ്റേത് കിട്ടാണ് അയക്കട്ടെ. എനിക്ക് മരണം വരെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി ഒരു സ്ത്രീയുടെ വിശ്വാസം മുതലെടുക്കുകയും ഇത്രയും കാലം ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എല്ലാ പണവും അവരിൽ നിന്ന് ഊറ്റിവാങ്ങി ഒടുവിൽ വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു ക്രൂരനായി ഷിയാസ് കരീം മാറിയിരിക്കുന്നു. പ്രണയിക്കുന്ന സമയത്ത് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഒരു 10 തന്നോളൂ എന്ന് പറഞ്ഞ് അവരുടെ അക്കൗണ്ട് കാലിയാക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടോ, ഒരുമിച്ച് തന്നായി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 10-35,000 രൂപ കൊടുത്താലും വീട്ടിലെ സൈഡില് പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പൊ തന്നെ ഒരു 1,00,000 രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആകുന്നതിന് വീണ്ടും ഓരോ പണികളോട്ട് വരും വീട്ടിലെ. ഒന്നും പറയണ്ട, 1,00,000 രൂപ അത് എതിരെ പോയി നടക്കില്ല. അല്ല, ബാംഗ്ലൂര് ഞാനാ പെട്ടിക്കടി, എൻ്റെ പൈസ ഒന്നുമില്ല. ആജർമാർത്ത് പറയാൻ പറ്റും എൻ്റെ പൈസ ഇല്ല. അവരുമ്പോ 30,000 രൂപയ്ക്ക് പണി തീർക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പോൾ 1,00,000 രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒന്ന് പോളി ഒന്നും കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പോലെ നമ്മൾ ആരും ശല്യപ്പെടുത്തൂല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എന്റെ കുടുംബത്തെ പിന്നെ ആരുള്ള ഞാൻ പറയാം. ഇപ്പൊ നിലവിൽ അത് പൊളിക്കും, നിർത്തടി ചിലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ പൈസ കേട്ടാ. വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് ചാടിന് മുമ്പ് വിളിച്ച് വിളിക്കുന്നതാ. ഓക്കെ, ഷിയുന്നല്ലേ, ഷിയു ഓരോ വാങ്ങിച്ചിടാൻ പറഞ്ഞോ. 60 ഇതിന് വിലയുള്ളതാണ്. 20,000 ഉണ്ട്. അപ്പൊ ഓർമ്മ വിലയുള്ള സംസാരിച്ചോടെ വാങ്ങിച്ചിടാൻ പറയാം. വില വേണ്ട വയ്ക്കണേ. ഞാൻ പെണ്ണിട്ട് വസ്തുവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് തോന്നണം നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. നീ പൈസ തന്നായിട്ടോ, അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. എല്ലാം ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. അതായത് എന്ത് ചെയ്യണ മറ്റേ എന്താ ഇവിടെ ഫണ്ടിന്റെ കാര്യം റെഡിയാക്കി പൈസ വേണം. എന്തായാലും റെഡിയാകും ഇൻഷാ അല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. ജിമ്മിന്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ അതൊന്നും വിഷയമല്ല. ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് ടോക്ക് ഒന്നും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ഒന്നും അതിൽ ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോയി. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായലേം തരുന്നുണ്ട്, കുടിച്ചോ. അറിയുന്നോണ്ടാ നിനക്കറിയാതെ അങ്ങനെ ഡീലുകൾ അതിൽ മോഹനൊക്കെ ഇട്ടാ മതി. അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20,00,000 രൂപയില് അത് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. അത് അക്കൗണ്ട് വഴി 1,00,000, 10,00,000, 5,00,000 അല്ലെങ്കിൽ 20,00,000 ഇടുമ്പോ ഒരു സോഴ്സ് ചോദിക്കും. അതിനുമ്പോ നമ്മളെന്ന് പറഞ്ഞാല് നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പൊ തന്നെ ട്രാൻസ്ഫർ. അപ്പൊ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്ക് കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയ പേടികൾ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കേസുമാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ല. എനിക്ക് എഫ്ഐആർ ഇടുന്നില്ല കേട്ടോ. ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല്
എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ വാങ്ങി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിന് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കൂടിയോ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇതിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയണം. ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയോർത്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. പണത്തിനോട് മാത്രമുള്ള ആർത്തിമൂത്ത ഒരു യുവാവ് മുന്നിൽ നിൽക്കുന്ന പെണ്ണിന്റെ മനസ്സിനല്ല, അവരുടെ സമ്പത്തിനാണ് ഇയാൾ വില കൽപ്പിക്കുന്നത്. എനിക്ക് 60 വയസ്സുള്ള സ്ത്രീകളെ പുച്ഛമാണ്, പക്ഷേ അവരുടെ പണം എനിക്ക് വലുതാണ് എന്ന് പരസ്യമായി പറയാതെ പറയുകയാണ് ഇയാൾ. ഒടുവിൽ താൻ നിസാരമായി കണ്ട സ്ത്രീകളുടെ കണ്ണീരിൽ ഇയാൾ മുങ്ങും. ഇയാളുടെ പ്രണയവും വാഗ്ദാനവും പണത്തിനായുള്ള വെറും നാടകമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ക്രൂരമായ പ്രവൃത്തികളെ അനുകൂലിക്കുകയല്ല, അവരുടെ ആരാധനമൂത്ത് നമ്മൾ അവരെ അനുകൂലിക്കുമ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് വളരാൻ നമ്മൾ വളം വെച്ചു കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് നാളെ ഇത് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് മാത്രം ചിന്തിക്കുക. കാമവെറിയും പണക്കൊതിയും മാത്രം കൊണ്ട് നടക്കുന്ന ഇത്തരക്കാരെ നമ്മൾ വളർത്താൻ വിടരുത് എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടെ ബെൽ ബട്ടണും അമർത്തുക.